നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു പോസ്റ്റായിരുന്നു ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരം നാറിയിട്ടത്. കാരണം അവൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ അവനിട്ട് ആ ഒരു പോസ്റ്റ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചു കാണും. നാസ്തികവാണം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട അവൻ പറഞ്ഞ എന്താണ്, മതമാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം, അതുകൊണ്ട് മതം വിട്ടിട്ട് നിങ്ങൾ മനുഷ്യനാകൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ മൃഗത്തിന് പോലും ഉണ്ടായതല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. 10 മാസം ചുമന്ന് പ്രസവിച്ച് അവനെ വളർത്തി വലുതാക്കി ഒരു വ്യാജ ഡോക്ടർ, ഒരു ഹോമിയോ വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും ആ ഒരു നിലവാരത്തിലേക്കൊക്കെ കൊണ്ട് എത്തിച്ചതിന് ശേഷം സമുദായത്തെയും തള്ളിപ്പറഞ്ഞ് സ്വന്തം മാതാവിനെയും തള്ളിപ്പറഞ്ഞ് ലോകം മുഴുവൻ പെണ്ണ് പിടിച്ച് നടക്കുന്ന ഈ പെണ്ണ് പിടിയാനായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഇതിനു മുമ്പ് നിങ്ങളുണ്ട്. അതായത് ലോകത്ത് ഒരു മകനും ഒരു അമ്മയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വൃത്തികെട്ട നാറിത്തരം. അതായത് ഇന്നിവനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാം മതത്തെയാണല്ലോ. കാരണം ഇസ്ലാം മതത്തെ തേച്ചൊട്ടിക്കുമ്പോഴാണല്ലോ സംഘപരിവാറും കാസായും ഇവന്റെ അണ്ണാക്കിലേക്ക് അമേദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുടിച്ചിട്ടാണല്ലോ ഈ നാറി സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നോണ്ട് ഇങ്ങനെ അസംബന്ധവും ശുദ്ധ നുണയും ഇങ്ങനെ ഇവിടുത്തെ ഇതര മതവിശ്വാസികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നിങ്ങൾ കേട്ട് കാണും അല്ലേ? സ്വന്തം മാതാവിനെ പോലും ഭോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാണ് ഈ നാറി പറഞ്ഞത്. ആ മാതാവിന്റെ മനസ്സെത്രത്തോളം നൊന്ത് കാണും എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ ചിന്തിക്കാം. കാരണം ഈ നാട്ടിൽ ഇവന് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള ഒരു മാതാവും പിതാവുമായിരുന്നു ഇവൻ്റെ ഉമ്മയും ബാപ്പയും. സത്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഫീന ബീബി വ്ളോഗർ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങളത് മുഴുവനായിട്ടൊന്ന് കേൾക്കണം കേട്ടോ. ഇതുപോലൊന്നും മറുപടി കൊടുക്കാൻ ഇനി ആരെ കൊണ്ടും സാധിക്കത്തില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഷെഫീന ബീബിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പറ്റയ്ക്ക് നമ്മുടെ ഷെഫീന കൊടുക്കുന്ന ഈ മറുപടി മാസം എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലെ അടിച്ചവൻ്റെ അണ്ണാക്കി കയറ്റി കൊടുക്കണം. കേരളം ഓരോ അമ്മമാരും ഇതുപോലൊരു സന്തതിയെ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം സ്വന്തം മാതാവിനെ ഭോഗിക്കുക എന്ന് പറയുന്ന ഒരു മകന് നമുക്ക് എവിടെ കാണാൻ പറ്റും? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മകന് ഏത് മാതാവാണ് അംഗീകരിക്കുന്നത് അല്ലേ? എന്താണെങ്കിലും ആ മാതാവ് മരണപ്പെട്ടു, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലത്തെ ഒരു അസുര വിത്തിന് ജന്മം നൽകിയിട്ടുള്ള ആ മാതാവ് എത്രത്തോളം മനസ്സ് നൊന്തട്ടാണ് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഷെഫീന ബീബിയുടെ ഈ മാസ് വീഡിയോ അത് കണ്ടോ? ഹായ്, ആര്യ ഹുസൈനിട്ട് പുതിയൊരു പോസ്റ്റ് ഉണ്ട്, അതിനൊരു വിശദീകരണം തരാമോ, അതിനെ ഒന്ന് റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ്, ഉമ്മ അറിയാൻ. ഉമ്മ മരിച്ചില്ലേ? ഇവനാണോ യുക്തിവാദി? ഇവനാണോ നാസ്തികൻ? ഉമ്മ അറിയാന്ന് പറഞ്ഞാൽ ഉമ്മ കാണോ? ഉമ്മ വായിക്കോ? ഉമ്മക്ക് വേണ്ടിയിട്ടായിട്ട് ഇവൻ സത്യത്തിൽ ഇവൻ യുക്തിവാദി അല്ല, ഇവൻ ഇപ്പോഴും വിശ്വാസിയാണ്. അവൻ അറിയാം, അവൻ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അവൻ അവസാനം ഷിഹാബ് മേത്തറയൊക്കെ പോലെ വന്ന് മാപ്പ് പറഞ്ഞ് കൈ കുമ്പിട്ട് എന്നെ ഖബർസ്ഥാൻ തന്നെ അടക്കണേ, എന്റെ അമ്മച്ചിയുടെ അടുത്ത് തന്നെ അടക്കണേ എന്ന് പറയുന്ന ഒരു സീൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇവനെ വിശ്വസിച്ച് കൂടെ കൂട്ടിയവർക്കാണ് ബോധമില്ലായ്മ. പിന്നെ ഒരു നാസ്തികതയും തലേ കയറിയ ഒരു യുക്തിവാദം തലേ കയറിയല്ല ഇതെന്ന് പറയുന്നത്. ഏത് ആൾക്കൂട്ടത്തിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നോ എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി, അതൊന്ന് കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മായ്ക്ക് മുന്നിലെത്തിയിരുന്നു. പറയേണ്ടാത്ത ചില കാര്യങ്ങൾ മാത്രം ഞാൻ വിഴുങ്ങുന്നതിനപ്പുറം ബാക്കി ഞാൻ പറയും. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവന്റെ കുടുംബം, ഇവന്റെ ഭാര്യമാര്, ഇവന്റെ സഹോദരി ഒക്കെ ഞാൻ പോയി കണ്ടു. അവർക്ക് ആർക്കും ഇവനോട് ഒരു ഒബ്ജക്ഷനും ഇല്ല. അതിനാണ് ഞാൻ മഹല്യാരെ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല. എന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തി. അത് ഉമ്മയോട് ലോകത്തോട് തുറന്നു പറഞ്ഞു എന്നത് മാത്രമായിരുന്നു അതിന് കാരണം. ഉമ്മയുടെ കാലിന്റെ അടികളിലാണ് സ്വർഗം എന്നുള്ള ബോധ്യം അവൻ തിരുത്തി. ഉമ്മയെയും ഭോഗിക്കാം എന്നാണ് ഈ മതം പറയുന്നത് എന്ന് നിരന്തരമായി പറഞ്ഞ് അവഹേളിച്ചുകൊണ്ട് ഉമ്മയോട് തന്നെ അത് സംസാരിക്കുമ്പോൾ അവർ പഠിച്ച പ്രത്യായ ശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള വൾഗാരിറ്റി ആണല്ലോ എന്റെ മകൻ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ചു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വൈകല്യത. ഒന്നാമത് ഒരു ടീച്ചറായിരുന്നു, അവർ എഡ്യൂക്കേഷനുള്ള ഒരു സ്ത്രീയായിരുന്നു, അവർ പ്രിൻസിപ്പളായി റിട്ടയർ ആയ ഒരു സ്ത്രീയാണ്. മാത്രവുമല്ല അവന്റെ അച്ഛൻ അതേ ആ മാനസിക നിലവാരത്തിൽ അതൊരു മദ്രസ പൊട്ടനായിരുന്നെങ്കിൽ ഭാര്യയെ ജോലിക്ക് പോലും വിടത്തില്ല. പോയല്ലോ ഉമ്മയുടെ ആ ധൈര്യവും. ഉമ്മക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെവിക്കൽ വളർത്താനൊക്കെ അടിയാതെ അറിയേണ്ടത്. ശബ്ദവും മുഖസാദൃശ്യവും തന്റെ ഇടവും ബുദ്ധിയും എല്ലാം എന്നിൽ ബാക്കിയായിട്ട് ഉമ്മ കോമഡി പീസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഈ അവരുടെ മകനല്ല ഇവനെ റോഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രസവിച്ച സ്ഥലത്ത് നിന്ന് മാറിയെടുത്തതാണ് ഈ സാത്താന്റെ സന്തതിയെ. അപ്പൊ അവൻ അതാണെന്ന് വരുത്തി തീർക്കാൻ എന്റെ ഉമ്മ ആണ് എന്ന് പറഞ്ഞ് അടിച്ചങ്ങ് പറയുകയാണ്. മനസ്സിലായോ? പക്ഷെ ഉമ്മ വീടിപ്പോൾ നിശബ്ദമല്ല. ഒരിക്കൽ പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വലിയ ഒച്ചപ്പാടിലാണ്. ഉമ്മയുടെ മയ്യത്ത് വെച്ചുള്ള ലേലം വിളി പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. മരണ വാർത്ത വിളിച്ചറിയിക്കാൻ മത്സരിക്കുകയാണ് അവർ. അപ്പൊ അവിടുന്ന് ആൾക്കാർ വിളിച്ചറിയിക്കുന്നുണ്ടെങ്കിൽ ഇവനെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് മോനെ നിന്റെ ഉമ്മ മരിച്ചെന്ന് വിളിച്ചു പറയുന്നത്. ഇത്ര നാളും ഇവരൊക്കെ എവിടെയായിരുന്നു? അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മ മരിച്ചില്ലല്ലോ. ഉമ്മ മരിക്കുമ്പോൾ വിളിച്ചു പറയണ്ടോ? മരിക്കാത്ത ഉമ്മ മരിച്ചെന്ന് വിളിച്ചു പറയണോ? അതുകൊള്ളാലോ.
ഉമ്മയുടെ തീരുമാനങ്ങളെ മൗനം കൊണ്ടെങ്കിലും പിന്തുണച്ച അവർ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ച് കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവും. കഷ്ടപ്പാടാ, പെറ്റുമ്മ മരിച്ചടാ, മയ്യത്ത് നമസ്കാരത്തിന് വാ എന്ന് വിളിക്കുന്നത് കഷ്ടപ്പാടാ. ഞാൻ തന്നെ അവിടെ പോയി അത് കണ്ട ശേഷം അവരോട് സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞ എന്താണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ അവിടെയുണ്ട്, നീ അവിടെ ചെല്ലുക, ഉമ്മയെ കാണുക, ഉമ്മയോട് സംസാരിക്കുക. ഇവരെന്താ പറഞ്ഞേ, ഞാൻ അവിടെ പോയാൽ എനിക്ക് വിഷം തരും, ഇവരെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വാങ്ങി കുടിച്ചാൽ ഇവരെന്നെ അതിനകത്ത് വിഷം കലക്കി കൊല്ലുമെന്ന് ഇവനല്ലേ പറഞ്ഞത്. ഇപ്പോ എന്തൊരു വേദനയോടുകൂടി ഉമ്മയെ സ്മരിക്കുന്ന ഉമ്മാടെ പൊഞ്ഞാൻ ആരെ ഇപ്പൊ ഈ കൊഞ്ഞാൻ ഒത്തു പറയല. എന്നിട്ട് ഞാൻ പലതവണ അവിടെ ചെന്നു, മുഖത്ത് നോക്കി ഉമ്മ എന്ന് ഞാൻ വിളിച്ചപ്പോൾ ആ ഉമ്മ ആ വിളി കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒടുവിൽ ഞാൻ കേട്ടത് അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ഉമ്മ പറയുന്നതാണ്. സത്യമാണത്. അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. ഞാനാണെങ്കിലും എന്റെ മകൻ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മകനെ പ്രസവിച്ച അതേ ഭാഗത്ത് കയറ്റണമെന്ന് ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ ഒന്നുകിൽ ഞാൻ ഇല്ലാതാകും, അല്ലെങ്കിൽ ഒരു തർക്കമില്ലടാ. ഓരോ അമ്മമാരും അങ്ങനെയായിരിക്കും. ഇന്നേ വരെ നാളിതുവരെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി അമ്മ ഇസ്ലാമിന് സ്വന്തമായിട്ടുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ മകന്റെ ശവം സ്വീകരിക്കില്ല എന്ന് ഉറച്ചു പറഞ്ഞ ഒരു അമ്മയുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനം താല്പര്യമില്ല എന്ന് സ്വന്തം അമ്മ മകൻ ബന്ധം പറ്റില്ല എന്ന് പറഞ്ഞ ഒരു അമ്മ നമുക്കിടയിലുണ്ട്. കേരളത്തിലാ ഉള്ളത്, ഇന്ത്യയിലല്ല, കേരളത്തിലുണ്ട്. അതായത് മൊത്തം ഇന്ത്യയിലല്ലെന്ന്, നോർത്തിലല്ലെന്നാ പറഞ്ഞത്, ഇന്ത്യ കേരളത്തിലല്ലേ എന്ന് ചോദിച്ചോണ്ട് വരണ്ട. ഇവിടെ ഉണ്ട് ഒരാള്. എന്തുകൊണ്ടുണ്ട്? അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന്, ഒരു പറ്റം മനുഷ്യർക്ക് എന്റെ മകനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ ആ മകനില്ലാണ്ടാകുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സിനുടമയാണ് അമ്മ. നിന്റെ അമ്മ അങ്ങനെയായിരുന്നില്ല. നിന്റെ അമ്മ പക്ക പക്ഷവാദിയായിരുന്നു. നിന്റെ പക്ഷമായിരുന്നു അവർക്ക്. നിന്റെ പക്ഷവാദി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വയസ്സുകാലത്ത് അവർക്ക് ഖുർആൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സത്യം തിരയേണ്ടി വന്നത്. ആദ്യമേ ആ സത്യം തിരഞ്ഞ് അത് മക്കൾക്ക് പകർന്നു കൊടുത്തിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരുമ്പെട്ട ഒരുത്തൻ ഉണ്ടാകില്ലായിരുന്നു. നിന്റെ അമ്മയാണ് തെറ്റുകാരി. നിന്റെ അമ്മയ്ക്ക് വന്ന അബദ്ധത്തിനാണ് അവരിത് കേട്ടത്. ലോകത്തൊരമ്മയും സഹിക്കുന്ന കാര്യമല്ലടാ, എനിക്ക് എന്റെ അമ്മയ്ക്കൊപ്പം ക്ഷയിക്കണം എന്ന് ഖുർആനിലുണ്ട്, എനിക്കത് വേണമെന്നും നിന്റെ വയറ് കാണുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നും ചിത്രം എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്നും ഒരു അമ്മയെ മാനസിക രോഗിയായ നീ വിലക്കുന്നതും വിരട്ടുന്നതും ഞങ്ങൾ കണ്ടതാണ്ട. ആര് മറന്നാൽ ഞങ്ങൾ മറക്കൂല. ഞങ്ങളൊക്കെ കണ്ടതാണ്. നീ മാനസിക രോഗിയാണ്. അതുകൊണ്ടാണ് പെറ്റ തള്ളയുടെ കണ്ണിൽ കണ്ടത്. അമ്മയുടെ സാരി ഉടുത്ത അമ്മയുടെ വയറ് നീ കണ്ടു. നീ പറഞ്ഞില്ലടാ നീ അത്. ആ അമ്മ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചെങ്കിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇങ്ങനെ ഒരു ജന്തുവിനെ എന്തിനു പ്രസവിച്ചു എന്ന് അവർ ചിന്തിക്കത്തില്ലേ? ഗോവിന്ദചാമിക്ക് പോലും അമ്മയോട് അമ്മ ശത്രുതയില്ല. അത് അവൻ അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ ആ തള്ള പറയുന്നതായിരിക്കും. പക്ഷെ നിന്നെ അങ്ങനെ പറയണമെങ്കിൽ നീ അത്രത്തോളം നികൃഷ്ടത കാണിച്ചു. മറ്റൊരു സ്ത്രീയെ അവന്റെ സെക്ഷുവാലിറ്റി മറ്റൊരു പെണ്ണിന്റെ അടുത്ത് കാണിക്കുന്നത് പോലെ അല്ലടാ പെറ്റ തള്ളയുടെ അടുത്ത്. ഞാൻ അവർക്കൊപ്പമാണ്. പെറ്റ തള്ളയിൽ പോലും കാമം കാണാൻ കഴിയുന്ന നിനക്ക് ലോകത്തേതെങ്കിലും ഒരു സ്ത്രീയെ മാറ്റി നിർത്തി സംസാരിക്കാൻ പറ്റുമോ? നിന്നെ വിശ്വസിച്ച് ഒരു പെണ്ണിന് കൂടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ഇവനും ഇവന്റെ ഉമ്മായും തെറ്റുന്ന ലാസ്റ്റ് വിഷയം ആദില നൂറയാണ്. ഈ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വന്നു. ആ ഉമ്മ ആ കുട്ടികൾ ചെയ്യുന്ന ആ പ്രവൃത്തി അനുകൂലിക്കുന്നില്ല. ഒരമ്മമാരും അനുകൂലിക്കത്തില്ല. അതിനേക്കാൾ ഉപരി അവരതിനെ എതിർത്തതിന്റെ കാരണം പെറ്റ തള്ളയും തന്തയും തള്ളി പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്ന രണ്ടുപേരെ അവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിലും നല്ലൊരു മറുപടി ഇനി പരമച്ചെറ്റ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം മാതാവിനെ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള തന്നി പരനാറി ഇപ്പം അവന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഇട്ടിട്ടുള്ള പോസ്റ്റ് അടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുപോലത്തെ ഒരു അസുര ജന്മം ഇനി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. സംഘികൾക്കും ക്രിസംഖികൾക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെ പച്ച കൂമ്പിച്ച് ജീവിക്കുന്ന ഈ അസുര ജന്മം ഉണ്ടല്ലോ, ഇത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇടുകാച്ച് മറുപടി തന്നെയാണ്. ഇതുപോലെ വേണം ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്കൊക്കെ മറുപടി കൊടുക്കാൻ. ഇവന്റെ കണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം ഇങ്ങനത്തെ മറുപടി. ലോകം മുഴുവൻ പെണ്ണും കെട്ടി കുടിച്ചു കൂത്താടി നടക്കുന്ന ഇസ്ലാമിനെ കുറിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിനകത്ത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ജന്മം നൽകിയ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ജനിച്ച മതത്തെ കുറിച്ചിട്ട് അവനിക്ക് പറയാൻ വലിയ പ്രശ്നം വല്ലതാണോ? ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരിൽ നിന്നും കിട്ടുന്ന അമേദ്യം അമൃതാണെന്ന് പറഞ്ഞ് 5ഉം 6ഉം നേരം വെട്ടി വിഴുങ്ങുന്ന ഇവനെ പോലുള്ള ഇതിനപ്പുറവും പറയും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കലും എല്ലാവർക്കും